Hi, very good evening to all of you. Welcome back to Alpha Nurses Academy. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഇന്റർവ്യൂ ബാച്ചിലെ ക്ലാസ്സുകൾ എടുത്തിട്ട് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റെസ്പോൺസ് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് കുറച്ച് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഷെയർ ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു കിട്ടുന്നവർക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും നമ്മൾ എടുക്കാനായിട്ട് വന്നത്. ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു 70-80 സ്റ്റുഡൻസ് നമുക്ക് കയറുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നിങ്ങൾ ഇതിന് മുന്നിൽ നമ്മൾ എടുത്ത വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ക്ലാസ്സുകളും തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ വീഡിയോസും കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കുറച്ചു പേരൊക്കെ റെസ്പോൺസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കമന്റ്സ് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെങ്കിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സങ്കടം. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം നമ്മുടെ യൂട്യൂബ് ചാനലിനെയും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ അരികിലുള്ള നമ്മുടെ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഒരു ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിനു ശേഷം ഓള് അമർത്തിയാലും നിങ്ങൾക്ക് ഫർദർ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതെന്നുള്ളത്. പിന്നെ കാര്യം ഇതാണ്, ഇനി നമ്മൾ കുറച്ച് ദിവസം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഹൈ യീൽഡ് ടോപ്പിക്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ്ലി നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന വലിയൊരു ഹെൽത്ത് പ്രോബ്ലം ആയിട്ടുള്ള ട്യൂബർക്ലോസിസിനെ പറ്റിയിട്ടാണ്. ട്യൂബർക്ലോസിസ് എന്ന് പറയുമ്പം ഇതിന് കുറച്ച് അപ്ഡേറ്റ്സ് പുതുതായിട്ട് NTP നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പം ഇന്റർവ്യൂവിൽ നിങ്ങളെടുത്ത് ചോദിച്ചു തന്നിരിക്കാം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഒരിക്കലും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളി ഒരു ടോപ്പിക് ഞാൻ ഇതിൽ കവർ ചെയ്യുന്നില്ല. എന്താണോ നിങ്ങളടുത്ത് ഇന്റർവ്യൂവർ ചോദിക്കുന്നത് അതിന് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്ന വിധമാണ് ഞാൻ എടുക്കുന്നത്. മാത്രമല്ല ഇതിലെടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ബൈ ഹാർട്ട് ചെയ്തു പോകരുത്. നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് നല്ല രീതിക്കൊന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഒരു വട്ടം നിങ്ങളുടെ അടുത്ത് തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ഇതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതേപടിയുള്ള ആൻസർ ഒന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. അതിലൊരു ഐഡിയ ഉണ്ടോ എന്നുള്ളത് മാത്രമേ അത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും അതിലൊരു ഐഡിയ ഉണ്ടോ എന്ന് മാത്രമേ നിങ്ങളടുത്ത് ചോദിക്കുള്ളൂ. അപ്പൊ 2026 എന്ന് പറയുമ്പോൾ ദർ ആർ സോ മെനി അപ്ഡേറ്റ്സ് അല്ലെ. നമുക്ക് സ്ട്രോക്കിന്റെ മാനേജ്മെന്റിൽ കുറച്ച് പിന്നെ ഡ്രഗ് പ്രിഫർ ചെയ്യുന്ന കാര്യത്തിലുള്ള സാധനങ്ങൾ കുറച്ച് ചേഞ്ച് ആയി. വിൻഡോ ടൈം അങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ആയി. ഇപ്പം നമ്മളെ ട്യൂബർക്ലോസിന്റെ ട്രീറ്റ്മെന്റ് ചേഞ്ച് ആയി. അതേപോലെ തന്നെ നമ്മുടെ NRP ന്യൂനറ്റൽ റെസിസിറ്റേഷൻ പ്രോഗ്രാം അല്ലെ, അതിൽ കുറച്ച് ചേഞ്ചസ് വന്നു. അതിൽ കുറച്ചധികം ചേഞ്ചസ് വന്നു. പിന്നെ CPRന്റെ കാര്യത്തിലൊക്കെ ചെറിയ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ ഇന്റർവ്യൂവർ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇത്തരത്തിലുള്ള ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള ട്യൂബർക്ലോസിസിനെ പറ്റിയിട്ടാണ്. അതിനെ പറ്റിയിട്ട് ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ ട്യൂബർക്ലോസിസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കോസറ്റീവ് ആദ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ട്യൂബർക്ലോസിന്റെ കോസറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ആരാണ്? ദാറ്റ് ഈസ് Mycobacterium tuberculosis. Mycobacterium tuberculosis. Okay. And TB bacilli എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിസ്കവർ ചെയ്തിട്ടുള്ള ആരാണ്? നമ്മുടെ കോച്ച്. വെരി ഗുഡ്, ദാറ്റ് ഈസ് റോബർട്ട് കോക്കൻ. റോബർട്ട് കോക്കൻ. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും. എന്താണ്? Koch's disease. Koch's disease. And a mode of transmission എന്ന് പറയുന്നത് നമുക്ക് ഡ്രോപ്ലെറ്റ് ബോൺ ആൻഡ് എയർ ബോൺ രണ്ടിലും ഇതില് നമുക്ക് എന്ത് വരും? ഇത് സ്പ്രെഡ് ആവും. ഡ്രോപ്ലെറ്റ് ആൻഡ് എയർ ബോൺ. ഓക്കെ, ഇതിൽ കൂടുതലും ഡ്രോപ്ലെറ്റ് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. ആൻഡ് TB ബാക്ടീരിയ റിമെയിൻസ് അലൈവ് ഇൻ സ്പ്യൂട്ടം ഫോർ 1 day ആൻഡ് ഇൻ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ ഫോർ 10 days. ഓക്കെ, സ്ഫുടത്തിൽ 1 ദിവസവും അതേപോലെ തന്നെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയകളിൽ 10 ദിവസവും ഈ TB ബാക്ടീരിയാസിന് സർവൈവ് ചെയ്യാനുള്ള
കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രാം വീക്ക് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇത് ആക്ച്വലി നമ്മൾ ഗ്രാം ടെസ്റ്റുകൾ പൊതുവേ നമ്മൾ ഇതിനെ ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇറ്റ് ഈസ് നോട്ട് എ ഗ്രാം സെൻസിറ്റീവ് ഓർഗാനിസം. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് എ ആസിഡ് ഫാസ്റ്റ് ബാസിലൈ. പക്ഷെങ്കിൽ ഇതിൽ ഗ്രാം റിയാക്ഷൻ കാണിക്കുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് റിയാക്ഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ സ്ട്രിക്ട് എയറോബ്, ഓക്സിജൻ ഇല്ലാണ്ട് ഇതിനെ വളരാനേ പറ്റൂല. ആൻഡ് നോൺ മോട്ടൈൽ ആണ്, നോൺ സ്പോറിംഗ് ആണ്. ഓക്കെ, ടി ബി ഇൻസിഡൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10,000 പോപ്പുലേഷനിൽ 195 ആൾക്കാർ. ഓക്കെ, 195 പെർ 10,000 അല്ല, 10,000. ഓക്കെ, 10,000. ഓക്കെ, 195 പെർ 10,000 പോപ്പുലേഷൻ. അപ്പൊ നിങ്ങൾ ഊഹിച്ചാൽ മതി, 10,000 ആൾക്കാരിൽ 195 ആൾക്കാരെ ടി ബി ഇൻഫെക്ഷന് ഇതാണ് എന്തുണ്ട് ഇൻസിഡൻസ് ഉണ്ട് ഇന്ത്യയിൽ. ആൻഡ് ടി ബി പ്രിവലൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 31 to 32% ടി ബി ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ക്ലിയർ? ദെൻ വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺട്രി വിത്ത് ദ ഹയസ്റ്റ് ബേർഡൻ ഓഫ് ടി ബി ഇൻ ദ വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ദാറ്റ് ഈസ് ഇന്ത്യ. ഓക്കെ, നമ്മള് വേൾഡ് വൈഡ് നമ്മൾ ടോട്ടൽ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ 25% കേസസ് അല്ലെങ്കിൽ 1/4 കേസും എവിടെ തന്നെയാണുള്ളത്? ഇന്ത്യയിലാണുള്ളത്. ദർ ആർ സോ മെനി കൺട്രീസ്. നമുക്ക് ഈ ആ ഒരു രാജ്യത്ത് ചില കൺട്രീസിലൊന്നും ടി ബി ഇല്ല, അല്ലെ? നമ്മൾ UK പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ടി ബി, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അവിടത്തേക്കുള്ള ജോബ് വിസ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചെസ്റ്റ് എക്സ്റേ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. ഓക്കെ, ആൻഡ് വേൾഡ് ടി ബി ഡേ എന്ന് പറയുന്നതാണ് ഇത്. എത്രയാണ്? എപ്പോഴാണ്? March 24. വെരി ഗുഡ്, 24th March ആണ്. 24th March ആണ് നമ്മൾ വേൾഡ് ടി ബി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടി ബി ഇസ് ദ മോസ്റ്റ് കോമൺ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ഇൻ HIV ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HIV മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ ടി ബി തന്നെയാണ്. അതേസമയം വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമോസിസ്റ്റിക് കരീനി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ന്യൂമോസിസ്റ്റിക് ജുറോവസി ന്യൂമോണിയ ആണ്. ഓക്കെ, ദെൻ ഇനി അടുത്തതാണ് ലേറ്റന്റ് ടി ബി. ഇനി കുറച്ച് ടെർമിനോളജീസ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് വൺ ഈസ് പൾമണറി ടി ബി. പൾമണറി ടി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് primary focus disease ആണ്, that is within the lungs ആണ്, and it is the most common and it is more infectious. Okay, spread ചെയ്യാനൊക്കെ ഉള്ള എല്ലാ കപ്പാസിറ്റിയും ഇതിലാണുള്ളത്. ഓക്കെ, ദെൻ അടുത്തതാണ് നമുക്ക് ടി ബി ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. ഒരാൾക്ക് ടി ബി ഉണ്ട്, പക്ഷെങ്കിൽ ടി ബി ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരാള് 10 മുതൽ 15 ആൾക്കാർക്ക് വരെ പെർ ഇയറിൽ ഇത് ടി ബി സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഇനി അടുത്തതാണ് എക്സ്ട്രാ പൾമണറി ടി ബി. എക്സ്ട്രാ പൾമണറി ടി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രൈമറി ഫോക്കസ് ഓഫ് ഡിസീസ് ഈസ് അതർ ദാൻ ലങ്സ്. ഓക്കെ, other than lungs. ഓക്കെ, ദെൻ ഇനി അടുത്തതാണ് ലേറ്റന്റ് ടി ബി. ലേറ്റന്റ് ടി ബി മീൻസ് ഇയാൾക്ക് ടി ബി എന്തായിട്ടുണ്ടാവും? കിട്ടിയിട്ടുണ്ടാവും, പക്ഷെങ്കിൽ ആക്റ്റീവ് ട്യൂബർക്ലോസിസ് ഡിസീസ് ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസും അല്ല, ആ ആക്റ്റീവ് ടി ബി ഇൻഫെക്ഷനും ഉണ്ടാവില്ല. അതിന്റെ മാനിഫെസ്റ്റേഷൻസ് ഒന്നും തന്നെ കാണിക്കുകയില്ല. ഓക്കെ, ദെൻ അപ്പോൾ ഈ എക്സ്ട്രാ പൾമണറി ടി ബി എന്ന് പറയുമ്പോൾ എവിടേക്ക് ആവാം? എവിടെ വേണമെന്നുണ്ടെങ്കിൽ ആവാം. ഓക്കെ, ഫെലോപ്പിയൻ ട്യൂബ് ആവാം, GI ട്രാക്ട് ആവാം, സ്പൈൻ ആവാം. സ്പൈൻ ടി ബിക്ക് നമ്മൾ വേറൊരു പേര് വിളിക്കും. എന്താണ് പറയാറുള്ളത്? വെരി ഗുഡ്, ദാറ്റ് ഈസ് പോട്സ് ഡിസീസ്. ഓക്കെ, പിന്നെ ബ്രെയിൻ ടി ബി ആവാം. ഓക്കെ, ബ്രെയിൻ ടി ബിയിൽ നമ്മൾ CSF എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കിട്ടും. ദാറ്റ് ഈസ് ടി ബി മെനിഞ്ചൈറ്റിസിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് CSF നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോബ് വെബ് അപ്പിയറൻസ് കാണാൻ. ഇനി അടുത്തതാണ് നമുക്ക് ടി ബി പ്രോഗ്രാംസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ടി ബിനെ പറ്റിയിട്ട് ഒരു പ്രോഗ്രാം വരുന്നതാണ് NTP എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. ഓക്കെ, NTP എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ടി ബി പ്രോഗ്രാം. ഓക്കെ, ഇത് 1962 അപ്പം
വളരെ പണ്ട് തന്നെ നമ്മൾ ടി ബിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ NTP പ്രോഗ്രാം വരുന്നത് 1962 പക്ഷെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ചെയ്തത് അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു വാക്സിൻ ആയിരുന്നു BCG വാക്സിൻ. ആ BCG വാക്സിന് കുറച്ചധികം നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്തെന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ BCG വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റൂല. ഓക്കെ, ഒരിക്കലും TB പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ BCG വാക്സിൻ കൊടുക്കുന്നത്. അതിന്റെ എന്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ്? കോംപ്ലിക്കേഷൻസും അതിന്റെ തീവ്രത കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BCG വാക്സിൻ കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 1997 അതുവരെ പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1997 ഒരു പ്രോഗ്രാം വന്നു, ദാറ്റ് ഈസ് കോൾഡ് ആസ് RNTCP, ദാറ്റ് ഈസ് റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം. ഓക്കെ, ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 70% നമുക്ക് ടോട്ടലി 100% കേസസ് ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. TBയുടെ കേസിൽ നമുക്ക് എല്ലാ ജനങ്ങളെയും നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പൊ വരുന്ന ഈ NTP പ്രോഗ്രാം വഴി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പേഷ്യന്റ് നമ്മുടെ അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ TB ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം എന്നാണ്, TB സർവൈലൻസ് നടത്തിയിരിക്കണം എന്നാണ് പിന്നെ NTP പറയുന്നത്. ഓക്കെ, അത് പല ഹോസ്പിറ്റൽസും ഫോളോ ചെയ്യുന്നുണ്ട്, പല ഹോസ്പിറ്റൽസും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊന്നുമില്ല. അപ്പോ RNTCPന്റെ അന്നത്തെ ഉദ്ദേശം എയിം എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് 70% ഓഫ് കേസസ് ആയിരുന്നു. പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ഈ ഡിറ്റക്ട് ചെയ്തതിൽ 85% ആൾക്കാർക്കും പിന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ RNTCPന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഡിറ്റക്ഷൻ ഓഫ് 70% ഓഫ് കേസസ്. ഇനി ഈ കേസ് നോക്കിയെടുത്തില്ല 100% ട്രീറ്റ്മെന്റ് ഒന്നും നമ്മൾ ലക്ഷ്യം വെച്ചിട്ട് കാര്യമില്ല. കാരണം കുറെ ആൾക്കാരൊന്നും ഇതിന് ഫോളോ ചെയ്യില്ല. നമ്മൾ ഒരു 50 ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആൾക്കാർ മാത്രമേ ആ ട്രീറ്റ്മെന്റ് ഒക്കെ റെഗുലർ ആയിട്ട് എടുക്കുള്ളൂ. അപ്പം ട്രീറ്റ്മെന്റ് നടന്നത് 85% കേസസിലും സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് RNTCPന്റെ ലക്ഷ്യം. ഓക്കെ, അന്ന് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് DOTS, ദാറ്റ് ഈസ് ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. ഓക്കെ, ഇതെന്തായാലും സംഭവം നമ്മൾ ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യാം, പേഷ്യന്റ് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യാം എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ 99 ഡോട്ട്സ് ആക്കി. അല്ലെ, എന്താണ് ഈ 99 ഡോട്ട്സ്? പണ്ടൊക്കെ എന്തായിരുന്നു, ഈ TB വർക്കർ ഉണ്ടാവും, പിന്നെ ഇവർ പോയിട്ട് എന്താ ചെയ്യുന്നത്, നമ്മളെ പേഷ്യന്റെ നേരിട്ട് ടാബ്ലറ്റ് കൊടുക്കുന്നു, നേരിട്ട് കഴിപ്പിക്കുന്നു, ഇതായിരുന്നു പരിപാടി. പക്ഷെങ്കിൽ ഇതൊന്നും നമുക്കിപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പേരുണ്ട് TB ഉള്ളത്, അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഡയറക്ട്ലി അവർ കഴിക്കുന്നത് നോക്കാനും അല്ലെങ്കിൽ ഡയറക്ട്ലി കൊടുക്കാനൊന്നും അതൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ എന്താക്കി, ഒരു 99 ഡോട്ട്സ് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാക്കി. എന്താണ് ഈ 99 ഡോട്ട്സ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ ഇതിനെ പറ്റിയിട്ട്? 99 ഡോട്ട്സ് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഓക്കെ, ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, ഒരു 1800 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിലേക്ക് TB ഡ്രഗ് കഴിച്ചതിന് ശേഷം ഇവര് വിളിക്കുന്നു. ഓക്കെ, അതാണ് ഈ 99 ഡോട്ട്സ് എന്ന് പറയുന്നത്. അതായി പിന്നെ പരിപാടി. ഇനി അഥവാ അവരുടെ വിളി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ടേക്ക് കോൾ പോകും. അതാണ് പരിപാടി. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു പ്രോഗ്രാം RNTCP എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന പ്രോഗ്രാമിന്റെ പേര് RNTCP എന്നല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഇപ്പം കറന്റ് റൺ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് എന്തല്ല, നമ്മുടെ RNTCP അല്ല, പകരം എന്താണ്, NTEP പ്രോഗ്രാമാണ്. NTEP എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. ഓക്കെ, നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. ഇത് എപ്പോഴാണ് നിലവിൽ വന്നത്? NTP പ്രോഗ്രാം ഇത് 2020 ഇത് നിലവിൽ വന്നത് 2021 ഓക്കെ, 2021 NTEP പ്രോഗ്രാം നിലവിൽ വന്നത്. ഓക്കെ, WHO തന്നെ ഒരു NTP സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ റയറാണ്. പിന്നെ 2035 ആകുമ്പോഴത്തേക്കും NTP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻഡ് ചെയ്യാം. ഓക്കെ, ഇൻസിഡൻസ് മോർ ദാൻ 95% ലക്ഷ്യം വെക്കുക. അതേപോലെ തന്നെ TB ഡെത്ത് എന്ന് പറയുന്നത് മോർ ദാൻ 90% എൻഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് WHOയുടെ NTP സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, there are some definitions according to NTEP. ഓക്കെ, ഇതിൽ ആദ്യത്തെയാണ് പ്രിസംപ്റ്റീവ് TB കേസ്. പ്രിസംപ്റ്റീവ് TB കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 NTEP പ്രോഗ്രാം വന്നപ്പോൾ ചില ഡെഫിനേഷൻസ് RNTCPൻ്റെത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് മുന്നേ RNTCP ഇട്ടൊരു പേരുണ്ടായിരുന്നു, അതാണ് അതിൽ TB സസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, TB സസ്പെക്ട്. എന്താണ് ഈ TB സസ്പെക്ട് അല്ലെങ്കിൽ പ്രിസംപ്റ്റീവ് TB കേസ് എന്ന് പറയുന്നത്? എനി പേഴ്സൺ വിത്ത് ഫീവർ
cough, night sweat, and weight loss more than 10%. ഇതൊക്കെ എത്ര ദിവസത്തിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർ മോർ ദാൻ 14 days ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? TBയുടെ സ്ക്രീനിങ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് പ്രിസെംറ്റീവ് TB കേസ് എന്ന് പറയുന്നത്. ഫീവർ, കഫ്, നൈറ്റ് സ്വെറ്റ്, വെയിറ്റ് ലോസ്. ഇതിൽ ഫീവർ എന്ന് പറയുന്നത് മെയിൻലി എപ്പോഴാണ് TBയിൽ ഫീവർ ഉണ്ടാവുക? നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ടൈമിലുള്ള ഫീവർ ആണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ഫീവർ. അതേപോലെ തന്നെ കഫ്, ഇതൊക്കെ 14 daysനേക്കാൾ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ സസ്പെക്ട് TB. ഓക്കെ, അതാണ് പ്രിസെംറ്റീവ് TB കേസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡ്രഗ് സെൻസിറ്റീവ് TB ആൻഡ് ഡ്രഗ് റെസിസ്റ്റന്റ് TB. ഓക്കെ, ഡ്രഗ് സെൻസിറ്റീവ് TB എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺ ഈസ് സെൻസിറ്റീവ് ടു ഓൾ TB drugs. To all TB drugs. And drug resistant TB എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? They are resistant to any TB drugs. Okay, അത് ഏത് TB ഡ്രഗ്സിന് റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അടുത്ത ഡെഫിനിഷനാണ് നമ്മൾ റിഫാംപിസിനെ, ഐസോനിയാസിനെ പറ്റി പറയുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് മോണോ ഡ്രഗ് റെസിസ്റ്റന്റ് TB. ഓക്കെ, മോണോ ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ ഫസ്റ്റ് ലൈൻ ഡ്രഗ്. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഡ്രഗിലുള്ള ഒരു ഡ്രഗിന് റെസിസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB. ഓക്കെ, MDR TB. MDR TB ആണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്. ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു isoniazid and rifampicin. Okay, clear? ഇനി അഥവാ പോളി ഡ്രഗ് റെസിസ്റ്റന്റ് TB ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ റെസിസ്റ്റന്റ് ടു മോർ ദാൻ വൺ ഫസ്റ്റ് ലൈൻ ഡ്രഗ്, ആന്റി ട്യൂബർകുലോസിസ് ഡ്രഗ് അതർ ദാൻ INH ആൻഡ് റിഫാംപിസിൻ. അഥവാ INH റിഫാംപിസിനും അല്ല വേറെ രണ്ട് ഡ്രഗുകളാണ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് പോളി ഡ്രഗ് റെസിസ്റ്റന്റ് TB. ഇനി അടുത്തൊരു സംഭവമാണ് എക്സ്റ്റെൻസീവ് ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റിഫാംപിസിൻ, ഐസോനിയാസിഡ് ആൻഡ് എനി ഓഫ് ദി മെമ്പർ ഓഫ് ക്വിനഡോൺ ഫാമിലി എന്ന് വെച്ചാൽ മോക്സിഫ്ലോക്സാസിൻ, സിപ്രോഫ്ലോക്സാസിൻ അല്ലെ, അതേപോലെ തന്നെ ലീവോഫ്ലോക്സാസിൻ, ഇത്തരത്തിലുള്ള ഡ്രഗിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഡ്രഗും കൂടെ റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ വി വിൽ കോൾ ഇറ്റ് ആസ് എക്സ്റ്റെൻസീവ് ഡ്രഗ് റെസിസ്റ്റന്റ് TB. ഓക്കെ, അപ്പം നിങ്ങൾക്ക് MDR TBയും അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TBയും പോളി ഡ്രഗ് റെസിസ്റ്റന്റ് TBയും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? MDR TBയിൽ എന്താണ്? ഇതിൽ ഐസോനിയാസിനും റിഫാംപിസിനും റെസിസ്റ്റന്റ് ആയിരിക്കണം, അത് മസ്റ്റ് ആണ്. അതേസമയം നമുക്ക് ഒന്നിലധികം ഡ്രഗിന് റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ അത് ഐസോനിയാസിഡും റിഫാംപിസിനും എല്ലാം എന്ന് വെക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളി ഡ്രഗ് റെസിസ്റ്റന്റ് TB. ക്ലിയർ? ലോസ് ഓഫ് ഫോളോ അപ്പ് അല്ലെങ്കിൽ പണ്ടത്തെ RNDCPയുടെ പേരായിരുന്നു ഡിഫോൾട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ടായിരുന്നു. ഇപ്പം NTP വന്നതോടുകൂടെ നമ്മൾ അതിന്റെ പേര് മാറ്റി ദാറ്റ് ഈസ് കോൾഡ് ആസ് ലോസ് ഓഫ് ഫോളോ അപ്പ്. എന്താണ് സംഭവം? ഇദ്ദേഹം TB കേസ് ഹാസ് taken treatment for more than 4 weeks. Okay, more than 4 weeks എന്ന് വെച്ച് കഴിഞ്ഞാൽ more than ഒരു 1 month ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തു? ഡ്രഗ് കഴിച്ചു. ഓക്കെ, TB എടുത്തു. ആൻഡ് ദർ ഈസ് എൻ ഇന്ററപ്ഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ഫോർ മോർ ദാൻ 8 weeks. പിന്നത്തെ ഒരു 2 മാസത്തോളം ഇദ്ദേഹം കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ലോസ് ഓഫ് ഫോളോ അപ്പ് അല്ലെങ്കിൽ ഡിഫോൾട്ടർ എന്ന് പറയും. ഓക്കെ, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേഗം തന്നെ ഡ്രഗ് റെസിസ്റ്റൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ക്ലിയർ? ഇത്ര എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ ഡയഗ്നോസിസ് ഓഫ് TB. ഡയഗ്നോസിസ് ഓഫ് TB എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് ചെസ്റ്റ് എക്സ്റേ നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ സ്പ്യൂട്ടൻ ടെസ്റ്റ് ചെയ്ത് നോക്കും, ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കും, പക്ഷേ നമുക്ക് ട്യൂബർകുലോസിന്റെ ഒരു എവിഡൻസും നമുക്ക് അതുവഴി കിട്ടിയിട്ടില്ല എന്ന് വരും. ഓക്കെ, അതേസമയം നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുന്ന സമയത്ത് ഹൈലാർ മാർക്കിങ്സ് ഒക്കെ ഭയങ്കര പ്രൊമിനന്റ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് പിന്നെ ഇത് TB ആണ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, പക്ഷേ സ്പ്യൂട്ട് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യും, റേഡിയോളജിക്കലി ഡയഗ്നോസ്ഡ് ട്യൂബർകുലോസിസ് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കും. ഓക്കെ, പക്ഷേ എങ്കിൽ നമ്മൾ ഒരിക്കലും ചെസ്റ്റ് എക്സ്റേ വെച്ച് ഇറ്റ് ഈസ് എ നോൺ സ്പെസിഫിക് ടെസ്റ്റ്. ഓക്കെ, ഭയങ്കര നോൺ സ്പെസിഫിക് ആണ് ആൻഡ് നോൺ സെൻസിറ്റീവ് ആണ്. ഓക്കെ, അതേസമയം സ്പ്യൂട്ടം AFP അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ZN സ്റ്റെയിൻ, സീൽ നീൽസൺ സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യും. ഓക്കെ, ഇതില് മോർ ദാൻ
5 ml സ്പ്യൂട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബെറ്റർ ആണ്. ഓക്കെ, ഇനി എത്ര സാമ്പിൾ എടുത്തിരിക്കണം? ഹൗ മെനി സാമ്പിൾസ്? 3. നമ്മള് 3 സാമ്പിൾസ് എടുക്കുക. 3 ഡേയ്സ് സാമ്പിൾ എടുക്കണം. അതിൽ ഒന്ന് പറയുന്നത് നമ്മുടെ സ്പോട്ട് സാമ്പിൾ തന്നെ അയക്കാം. ഏർലി മോർണിംഗ് സാമ്പിൾ ഒന്നും ആവശ്യമില്ല. നമ്മൾ എപ്പോഴാണോ നമുക്ക് തോന്നുന്നത് ആ സമയത്ത് നമുക്ക് അയക്കാം. ഓക്കെ, രണ്ടാമത്തെയാണ് ഏർലി മോർണിംഗ് സാമ്പിൾ. ഏർലി മോർണിംഗ് സാമ്പിൾ. ഓക്കെ, ഏർലി മോർണിംഗ് സാമ്പിൾ നമ്മൾ 3 ഡേയ്സോളം നമ്മൾ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും ബെറ്റർ. ആൻഡ് നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ഇൻ കമ്മ്യൂണിറ്റിയിലെ TB നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് AMP ആണ്. ഇനി അടുത്തതാണ് നമ്മൾ കോമൺ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് CBNAT. എന്താണ് CBNATന്റെ ഫുൾ ഫോം? കാട്രിഡ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ഓക്കെ, ടെസ്റ്റ്. അപ്പോൾ CBNAT എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന്റെ ഒരു കാറ്റേജ് ഉണ്ട് ഇതിന്. അപ്പൊ ഇത് ആക്ച്വലി ഈ കാറ്റേജ് ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അത് ഫ്രീ ആയിട്ടൊക്കെ തരുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി ഭയങ്കര പേയ്മെന്റ് ഉള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാട്രിഡ്ജ്. ഓക്കെ, അപ്പൊ കാട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ്. ഓക്കെ, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് CBNAT. ഓക്കെ, അതിനെയാണ് നമ്മൾ CBNAT എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും, അറിയോ? ഓൾസോ കോൾഡ് ആസ് ജീൻ എക്സ്പേർട്ട്. ജീൻ എക്സ്പേർട്ട് എന്നും കൂടെ നമുക്ക് വിളിക്കാം. ഓക്കെ, ജീൻ എക്സ്പേർട്ട് ഒരു PCR ആണ്. ഇത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ തന്നെയാണ്. ഓക്കെ, ഇത് എന്താണ്? ഇതൊരു ഡയഗ്നോസിസ് ചെയ്യാനും പറ്റും. ആൻഡ് വി ക്യാൻ കൺഫേം TB ഓൾസോ. ഓക്കെ, CBNAT പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്പ്യൂട്ടം കൾച്ചറിന്റെ ഒന്നും ആവശ്യമില്ല. ഡയഗ്നോസ്റ്റിക് ആൻഡ് കൺഫർമേറ്ററി ടെസ്റ്റ്. ഇത് എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും? എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും നമുക്ക്? ഒരു ദിവസം. ഒരു ദിവസം വേണോ ഇതിന്? 24 hours ആവശ്യമുണ്ടോ? 2 or 3 hours. വെരി ഗുഡ്. വിത്തിൻ 2 hours ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 90 minutes കൊണ്ട് ഇതിന്റെ റിപ്പോർട്ട് കിട്ടും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പണ്ടൊക്കെ നിങ്ങൾക്ക് ഈ CBNAT ഒക്കെ വരുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു 10-26 ദിവസം നമ്മൾ TB റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമായിരുന്നു. അതും ഡിസ്ട്രിക്റ്റിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വിടുന്നത് ജസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു. അപ്പം അവരൊരു 3 ആഴ്ച കഴിഞ്ഞിട്ട് 27 ഡേയ്സോളം ഈ LJ മീഡിയയിൽ വെച്ചിട്ടാണ് ഇത് കൾച്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ടൈം എടുക്കുമായിരുന്നു ഡയഗ്നോസ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ. അതോടൊപ്പം ലേറ്റ് ആവുമായിരുന്നു ചെയ്യുന്നത്. അപ്പൊ ഇപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് അവൈലബിൾ. ഈ CBNAT വന്നതിന് ശേഷം റിപ്പോർട്ട് അവൈലബിൾ വിത്തിൻ 2 hours. എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ 90 minutes മതി ഇതിന്. ഓക്കെ, ഇതിൽ നമുക്ക് എന്തും കൂടെ അറിയാൻ പറ്റും? റിഫാംബിസിന്റെ സ്റ്റാറ്റസും കൂടെ അറിയാൻ പറ്റും. റിഫാംബിസിൻ സെൻസിറ്റീവ് ആണോ റെസിസ്റ്റന്റ് ആണോ എന്നുള്ളതും കൂടെ അറിയാൻ പറ്റും. പക്ഷെങ്കിൽ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്തായിരിക്കും? ആക്ച്വലി എക്സ്പെൻസീവ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് പണം മുടക്കണ്ട, പക്ഷെങ്കിൽ ഗവൺമെന്റ് പൈസ മുടക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് TrueNAT എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട്. ഇത് ആക്ച്വലി കുറച്ചും കൂടെ ചീപ്പർ ആയിട്ടുള്ള വേർഷൻ ആണ്. ഇന്ത്യൻ വേർഷൻ ഓഫ് CBNAT. ഓക്കെ, ഇന്ത്യൻ വേർഷൻ ഓഫ് CBNAT. അതിനെയാണ് നമ്മൾ TrueNAT എന്ന് വിളിക്കുന്നത്. ഇത് ഗോവയിലാണ് ഡെവലപ്പ് ചെയ്തത് കേട്ടോ. ഇത് ആക്ച്വലി ചീപ്പാണ്. ഇതിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് ചീപ്പാണ്. ഓക്കെ, പിന്നെ മറ്റൊരു സംഭവമാണ് ലൈൻ പ്രോബ് അസേ എന്ന് പറയുന്നത്. LPA എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. ഇത് മെയിൻലി നമ്മൾ നോക്കുന്നതിനാണ്. ഇത് നമ്മൾ ഡ്രഗ് റെസിസ്റ്റൻസ്. ഇതിന്റെ എല്ലാ സെന്റേഴ്സിലും ഒന്നും ചെയ്യൂല. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള TB ഡിസ്ട്രിക്ട് സെന്റേഴ്സിലൊക്കെ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഡ്രഗ് റെസിസ്റ്റൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? നമ്മൾ TrueNAT നമ്മൾ ഫാൽക്കം ട്യൂബിലൊക്കെ വിടുന്നില്ലേ. അപ്പോൾ ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഐസോനിയാസിഡിന്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫ്ലൂറോക്വിനോളിന്റെയും ബെഡാക്വിലിന്റെയും എല്ലാത്തിന്റെയും നമുക്ക് ഡ്രഗ് റെസിസ്റ്റൻസ് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് സ്പ്യൂട്ടം കൾച്ചർ. സ്പ്യൂട്ടം കൾച്ചർ ഈസ് എ കൺഫർമേറ്ററി ആൻഡ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. ഇതിൽ ഉപയോഗിക്കുന്ന മീഡിയ എന്ന് പറയുന്നതാണ് LJ മീഡിയ, ലോവസ്റ്റൈൻ ജെൻസൺ മീഡിയ. ഓക്കെ, അതാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മീഡിയ. ഇനി നമ്മൾ മറ്റൊരു ടെസ്റ്റ് ഉപയോഗിക്കും, അതാണ് മാൻടോക്സ് ടെസ്റ്റ് അല്ലെങ്കിൽ ട്യൂബർക്കുലിൻ ടെസ്റ്റ്. ഇത്
എങ്ങനെയാണ്? ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ഇതിൽ നമ്മൾ PPD എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്, പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്. ഇത് 1 TU നമ്മൾ 0.1 നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും ഇൻട്രാഡെർമലി ഓൺ 4 hour. ഓക്കെ, അപ്പോ പിന്നെ അഥവാ എന്തെങ്കിലും കാസ്റ്റ് ഒക്കെ ഉണ്ട് വിചാരിക്കും, ചിലപ്പോൾ കൈയൊക്കെ പൊട്ടി, പിന്നെ രണ്ട് കൈയിലും ചിലപ്പം ഇതുണ്ടെന്നുണ്ടെങ്കിൽ, കാസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലാറ്ററൽ പാർട്ട് ഓഫ് അപ്പർ ആമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ മെയിൻലി നോക്കുന്നത് കമ്മ്യൂണിറ്റിയിലെ TBയുടെ പ്രിവലൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് മാൻഡസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് എന്ന് പറയുന്ന ഇൻഡ്യൂറേഷൻ നമ്മൾ നോക്കുന്നത് മോർ ദാൻ 5 mm, 10 mm ആൻഡ് 15 mm. നമ്മളൊക്കെ ഒരു നോർമലി ഉള്ള ഒരാളിൽ നമ്മൾ നോക്കുന്നത് മോർ ദാൻ 15 mm ആണ്. നമ്മൾ ദർ ഈസ് നോ റിസ്ക് ഫാക്ടർ, നോൺ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 15 mm ഓർ മോർ ആണ് നമ്മൾ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നത്. അതേസമയം 5 mm ആണ് നമ്മൾ HIV ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ മോർ ദാൻ 10 mm ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ TB ഹൈ പ്രിവലന്റ് ആയിട്ടുള്ള കൺട്രിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഈ ഡ്രഗ് അബ്യൂസേഴ്സിൽ, പിന്നെ ഈ ലാബിലുള്ള ആൾക്കാർ, നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അവരിലൊക്കെ നമ്മളിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 mm or more നമുക്ക് പോസിറ്റീവായിട്ട് കണക്കാക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് ലൈൻ ആൻഡ് മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ട്രീറ്റ്മെന്റിനെ പറ്റി പറയുന്ന സമയത്ത് ദർ ആർ സം ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആൻഡ് ദർ ആർ സം സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്. ഓക്കെ, ഇതിൽ ഞാനിത് പഴയ കാര്യം പറഞ്ഞുതരാം, അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, പണ്ടത്തെ ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്ന് പറയുന്നതിൽ എസെൻഷ്യൽ ഡ്രഗ് ഉണ്ടായിരുന്നു, സപ്ലിമെന്ററി ഡ്രഗ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, HRZD എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഐസോനിക് ആസിഡ്, റിഫാംപിസിൻ, പൈറിസിനാമൈഡ് ആൻഡ് എഥാംബ്യൂട്രോൾ. ഓക്കെ, അപ്പോ പലരുടെയും അന്നത്തെ ഡൗട്ട് ആയിരുന്നു, പിന്നെ സാറേ പിന്നെ HRZD ആണല്ലോ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് പറയുന്നത്, അപ്പൊ നമ്മൾ സ്ട്രെപ്റ്റോമൈസിൻ വരുന്നത് സെക്കൻഡ് ലൈൻ ആണോ എന്നുള്ളത്. സെക്കൻഡ് ലൈൻ അല്ല നമ്മുടെ പിന്നെ സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എസെൻഷ്യൽ ഡ്രഗ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗിലെ എസെൻഷ്യൽ ഡ്രഗിൽ പെടുന്നതല്ല. അതേസമയം ഈ എസെൻഷ്യൽ ഡ്രഗിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയി നമുക്ക് ഒരു ഡ്രഗ് നമുക്ക് മാറ്റണം നമുക്ക് തോന്നുകയാണ്. ഇപ്പൊ എത്താംബ്യൂട്ടൽ ഇപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, റീനൽ ഫെയിലിയർ ഒക്കെ ഉള്ള പേഷ്യന്റ് ആണ്, അപ്പം നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് സപ്ലിമെന്ററി ഡ്രഗിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അതിൽ വരുന്നതാണ് സപ്ലിമെന്ററി ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ് സ്ട്രെപ്റ്റോമൈസിൻ, റിഫാംബ്യൂട്ടിൻ, റിഫാപെന്റിൻ ഒക്കെ. ഓക്കെ, പണ്ടിതായിരുന്നു സ്ഥിതി. സെക്കൻഡ് ലൈൻ ഡ്രഗ് ആയിരുന്നു തയാസറ്റോൺ, PAS, എത്തിയോണമൈഡ്, സൈക്ലോസെറിൻ, കാനാമൈസിൻ, മോക്സിഫ്ലോസാസിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ. ഓക്കെ, ലിനീസോളിഡ് ഒക്കെ. ഇനി ഞാൻ പുതിയ ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം, അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രീറ്റ്മെന്റും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ഡ്രഗ് സെൻസിറ്റീവ് TB. ഓക്കെ, ഇതില് ഓൾഡ് ഞാൻ പറയാം, ഒരു സൈഡില് നമുക്ക് ഓൾഡ് റെജിമിനെ പറ്റി പറയാം, ഇപ്പുറത്ത് ന്യൂ റെജിമിനെ പറ്റിയിട്ടും പറയാം. ഓക്കെ, നമുക്ക് ഓൾഡ് റെജിം എന്ന് പറയുന്നത് എത്ര മാസത്തേക്കായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത്? ഓർമ്മ ഉണ്ടോ? 2 weeks. നമ്മൾ ഓൾഡ് റെജിമിന് എത്ര മാസം? 6 weeksലേക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. ദാറ്റ് ഈസ് ഫോർ 6 months അല്ലേ, 6 മാസമാണ് നമ്മൾ കൊടുക്കുന്നത്. HRZD എത്ര മാസം കൊടുക്കുന്നുണ്ട്? HRZD എത്ര മാസം കൊടുക്കുന്നുണ്ട് അതില്? 2 months. HRZD 52 days. വേറെന്താ കൊടുക്കുന്നത്? HRZD അല്ലാണ്ട് ഏതാണ് കൊടുക്കുന്നത് നമ്മള്? ടു HRZD നിങ്ങൾ എങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക? 2 HRZD പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഈ 6 months ആകെ 2 months ആയിട്ടുള്ളൂ, ബാക്കിയുള്ള 4 months നമ്മൾ എന്താ കൊടുക്കുന്നത്? HRE ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് അല്ലെ? ഇങ്ങനെയായിരുന്നു പഴയ റെജിം എന്ന് പറയുന്നത് അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 6 months കിട്ടുന്നത്. ഓക്കെ, ഇതൊക്കെ ഡെയിലി FDC ആണ്. ദാറ്റ് മീൻസ് ഫിക്സ്ഡ് ഡ്രഗ് കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വെയിറ്റ് ബാൻഡ് അനുസരിച്ചിട്ട് 2 ടാബ്ലറ്റ് ആണോ 3 ടാബ്ലറ്റ് ആണോ ചിലപ്പോൾ 4 ടാബ്ലറ്റ് വേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? പുതിയ റെജിമിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ടോട്ടല് കൊടുക്കുന്ന മാസം എന്ന് പറയുന്നത്, നമുക്ക് ഈ 6 മാസത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 6 മാസം പേഷ്യന്റ് കഴിച്ച് അല്ലെങ്കിൽ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ് നടക്കുന്ന കാര്യമാണോ?
നടക്കുന്ന കാര്യമൊക്കെയാണ്. പക്ഷെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പേഷ്യന്റ് 6 മാസം ഈ ഒരു രാവിലെ എണീറ്റ് ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുക എന്ന് പറയുന്നത് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിൽ നമുക്ക് ഡിഫോൾട്ട് കേസസ് നമുക്ക് കാണാൻ പറയാം അല്ലെ. ഡിഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 മാസം അല്ലെങ്കിൽ 4 ആഴ്ച ഡ്രഗ് കഴിക്കൂല, പിന്നെ ഒരു 8 ആഴ്ച ഒരു മാസം ഡ്രഗ് കഴിക്കും, പിന്നെ ഒരു 2 മാസം കഴിക്കൂല. ഇങ്ങനത്തെ സ്ഥിതിക്കായിരിക്കും നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് TB ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ന്യൂ റെജിം പറയുന്നത് വെറും 4 months വരെ കഴിച്ചാൽ മതി. ഓക്കെ, 4 മാസത്തേക്ക് കഴിച്ചാൽ മതി. അതിൽ നമ്മൾ കൊടുക്കുന്നത് 2 and 2 months ആണ്. ഓക്കെ, അതിൽ ഏതൊക്കെയാ ഡ്രഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HPZM ആണ്. ഓക്കെ, HPZM 2 months, അതേപോലെ തന്നെ HPM for 2 months. ഓക്കെ, HPM for 2 months. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചിലപ്പോൾ ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത്. അപ്പൊ എന്താണ് ഈ ഡ്രഗ്സ് എന്നുള്ളത് പഠിക്കാം. ഓക്കെ, HRZ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. HRZയിൽ ഓരോ ഡ്രഗ്സും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ റെജിമിലുള്ള ഈ 4 months കൊടുക്കുന്ന സാധനങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അതിൽ H എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? H is for എന്താണ്? ഐസോനിയാസിഡ് തന്നെയാണ്. ഓക്കെ, ഐസോനിയാസിഡ് തന്നെയാണ് നമ്മൾ H എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഒരു സംഭവം ഉണ്ട്. ഇതിൽ പുതുതായിട്ട് നിങ്ങൾക്ക് ഒരു P കാണാൻ പറ്റും അല്ലെ. P എന്ന് പറയുന്നത് എന്താണ്? പൈറസിനാമൈഡ് ആണോ? ഇതിൽ നമ്മൾ P എന്ന് ഉദ്ദേശിച്ചത്, ഇതിൽ പൈറസിനാമൈഡിന് എന്ത് ലെറ്ററാണ് നമ്മൾ ഉപയോഗിച്ചത്? Z ആണ് ഉപയോഗിച്ചത് അല്ലെ. അതേപോലെ തന്നെ ഇതിലും നിങ്ങൾ Z കാണുമ്പോഴത്തേക്ക് P കാണുന്ന സമയത്ത് പൈറസിനാമൈഡ് എന്ന് എഴുതരുത്. അപ്പൊ P എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? P മീൻസ് റിഫാപെന്റിൻ. ഓക്കെ, റിഫാപെന്റിൻ. ഓക്കെ, ദെൻ അടുത്തത് Z ഉണ്ട് അല്ലെ. ഈ Z എന്താണ്? ഈ Z നമ്മുടെ പൈറസിനാമൈഡ്. ഓക്കെ, ഇനി അടുത്തൊരു M പുതുതായിട്ട് വന്നിട്ടുണ്ട് അല്ലെ. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? M മീൻസ് വെരി ഗുഡ്, ദാറ്റ് ഈസ് മോക്സിഫ്ലോക്സാസിൻ. പഴയ റെജിമിനില് നമുക്ക് മോക്സിഫ്ലോക്സാസിൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ആക്ച്വലി. ഓക്കെ, ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ അത് സെക്കൻഡ് ലൈൻ ഡ്രഗ് ആണ്. ഓക്കെ, ഈ ഓഫ്ലോക്സാസിൻ, ലീവോഫ്ലോക്സാസിൻ, മോക്സിഫ്ലോക്സാസിൻ ഇതൊക്കെ വരുന്ന കാറ്റഗറി ഓഫ് ഡ്രഗ് ആണ് ഈ ഫ്ലൂറോക്വിനോൾ എന്ന് പറയുന്നത്, FQ. അതിന്റെ ഒരു റെസിസ്റ്റൻസിനെ പറ്റിയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ. ഏതെങ്കിലും ഒരു നമുക്ക് ഐസോനിയാസിനും റിഫാംപിസിനും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഫ്ലൂറോക്വിനോൾ ഏതെങ്കിലും ഒന്ന് റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ? വെരി ഗുഡ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് എക്സ്റ്റെൻസീവ് റെസിസ്റ്റന്റ് TB അല്ലേ. അപ്പോ പുതിയ ഡ്രഗ് സെൻസിറ്റീവ് TBന്റെ റെജിം നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് MDR TBന്റെ ട്രീറ്റ്മെന്റും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, MDR TBന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പണ്ടൊരു ചോപ്സി ആയിരുന്നു. ഞാൻ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചത് ചോപ്സി എന്ന് പറഞ്ഞിട്ടാണ്. സോറി. അപ്പോ ഈ MDR TB ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ബെഡാക്യുലിൻ. ബെഡാക്യുലിൻ കൊടുക്കും. ഓക്കെ, ഇത് 400 mg OD ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 2 weeks കൊടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ 200 mg അല്ലെങ്കിൽ നമുക്ക് 200 mg 3 times per week ആയിട്ട് അല്ലെങ്കിൽ 200 mg ഡെയിലി ആയിട്ട് 8 weeks ഒക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തൊരു സംഭവമാണ് പ്രിറ്റോമാനേറ്റ്. ഓക്കെ, പ്രിറ്റോമാനേറ്റ് ഇതൊക്കെ പുതിയ ഡ്രഗുകളാണ്. തെറ്റാണെന്നുണ്ടെങ്കിൽ പഠിച്ചാൽ കൊള്ളാം. ഓക്കെ, 200 mg OD ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ലിനീസോളിഡ് കൊടുക്കാം, ലിനീസോളിഡും കൊടുക്കാം, പിന്നെ മോക്സിഫ്ലോക്സാസിനും കൊടുക്കാം. പണ്ടത്തെ ഡ്രഗിലില്ലേ ഈ MDR TBയിൽ നമ്മൾ റിഫാംപിസിനൊക്കെ റെസിസ്റ്റന്റ് ആയിരിക്കും. പക്ഷെങ്കിൽ എന്നിരുന്നാലും നമ്മൾ എന്ത് കൊടുക്കുമായിരുന്നു? റിഫാംപിസിൻ കൊടുക്കുമായിരുന്നു. എന്തിനാണ്? നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ആക്ഷൻ അതിനുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റിഫാംപിസിൻ കൊടുത്തോണ്ടിരുന്നത്. കാരണം റിഫാംപിസിനും ഐസോനിയാസിഡും ഒക്കെ ആയിരുന്നു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള TB ഡ്രഗ് ആയിട്ട് നമ്മൾ അന്ന് കണ്ടത്. ഓക്കെ, ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ റിഫാംപെന്റിനും റിഫാബ്യൂട്ടിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ അതിന്റെ തന്നെ ഒരു വേരിയന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് സൈഡ് എഫക്ട്സ് ഓഫ് കോമൺ TB ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സൈഡ് എഫക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഇതിൽ ആദ്യത്തെ സൈഡ് എഫക്ട് പറയാനുള്ളതാണ് നമ്മുടെ ഐസോനിയാസിഡിൻ്റെത്. ഐസോനിയാസിഡിന്റെ സൈഡ് എഫക്ട് എന്താണ്? വെരി ഗുഡ്, ദാറ്റ് ഈസ് പെരിഫറൽ ന്യൂറൈറ്റിസ്.
പെരിഫറൽ ന്യൂറൈറ്റിസ് ആണ് വളരെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ടാബ് പെരിഡോക്സിൻ കൊടുക്കും. ഓക്കെ, പെരിഡോക്സിൻ 20 അല്ലെങ്കിൽ 40 mg ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ ഇത് എന്താണ്? വൈറ്റമിൻ B6 ആണ്. ഓക്കെ, അടുത്തതാണ് എത്താംബ്യൂട്ടോൾ. എത്താംബ്യൂട്ടോൾ ഇപ്പൊ ഇല്ല. ഇപ്പോഴത്തെ റെജിമെന്റില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്താംബ്യൂട്ടോൾ എന്തായി? എത്താംബ്യൂട്ടോളിൽ ഈസ് ഔട്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ഓക്കെ, എത്താംബ്യൂട്ടോൾ ഈസ് ഔട്ട് ആൻഡ് ആരിന്നായി? മോക്സിഫ്ലോക്സാസിൻ. ഓക്കെ, മോക്സിഫ്ലോക്സാസിൻ ഈസ് ഇൻ ആണ് ഇപ്പോഴത്തെ സ്ലോഗൻ. ദെൻ എത്താംബ്യൂട്ടോൾ, ഇതിന്റെ സൈഡ് എഫക്ട് എന്താണ്? എത്താംബ്യൂട്ടോളിന്റെ വെരി ഗുഡ്, ഈ ഓർമ്മിച്ച് വെച്ചാൽ മതി. എത്താംബ്യൂട്ടോളിന്റെ സൈഡ് എഫക്ട് ആണ് ഒഫ്താൽമിക് ടോക്സിസിറ്റി അല്ലെങ്കിൽ ഐ ടോക്സിസിറ്റി. ഓക്കെ, റിഫാംപിസിന്റെ ഒരു സൈഡ് എഫക്ട് എന്താണ്? റിഫാംപിസിൻ ഓറഞ്ച് കളർ യൂറിൻ. റെഡിഷ് ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള യൂറിൻ ഉണ്ടാക്കും. ഓക്കെ, റെഡിഷ് ഓറഞ്ച് കളർ ഡിസ്കളറേഷൻ. ഓഫ് യൂറിൻ. ഓക്കെ, അടുത്തതാണ് പൈറിസിനാമൈഡ്. പൈറിസിനാമൈഡ്. ഓക്കെ, പൈറിസിനാമൈഡ് ഉണ്ടാക്കുന്നതാണ് പ്യൂരിൻ മെറ്റബോളിസം കൂട്ടും. ഓക്കെ, പ്യൂരിൻ മെറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ DNA, RNA ഇതിന്റെയൊക്കെ ഒരു മെറ്റബോളായിട്ടാണ് നമുക്ക് പ്യൂരിൻ എന്ന് പറയുന്നത്. അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ് ഗൗട്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് സ്ട്രെപ്റ്റോമൈസിൻ. സ്ട്രെപ്റ്റോമൈസിൻ എന്താണ്? സ്ട്രെപ്റ്റോമൈസിൻ വെരി ഗുഡ്, ഓട്ടോടോക്സിസിറ്റി ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നെഫ്രോടോക്സിസിറ്റി ഉണ്ടാക്കാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമ്മുടെ കോമൺ സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ എക്സാംസിലൊക്കെ കാണുന്നതാണ്. ഇനി അടുത്തത്, ഇതോടെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ടിവിയുടെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് TV പ്രോഗ്രാംസിനെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ, 9th September 2022 2022 ഒരു പ്രോഗ്രാം നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രധാനമന്ത്രി എല്ലാ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഇതിന്റെ പേരുകളൊക്കെ നാഷണൽ പ്രോഗ്രാംസിന്റെ ഒക്കെ പേരുകൾ ഈ പ്രധാനമന്ത്രിയിലാണ് തുടങ്ങുന്നത്. അപ്പം പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താണ് സംഭവം? ഇതിൽ എന്ന് പറയുന്നത് 2025 ആകുമ്പോഴത്തേക്കും TBനെ എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, TB ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് നാഷണൽ പ്രോഗ്രാംസ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം ആണ്. ഓക്കെ, നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം പറയാം, പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് പ്രോഗ്രാം പറയാം, ഭാരത അഭിയാൻ പ്രോഗ്രാം പറയാം. പിന്നെ അടുത്തൊരു സംഭവമാണ് നിക്ഷയ് പോഷൻ യോജന. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ TB പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ മെലിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും പൊതുവെ. നമ്മൾ മെലിഞ്ഞ കണ്ട വെയിറ്റ് ലോസ് ഒരു കോമൺ ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പം അവർക്ക് ന്യൂട്രീഷൻ കിട്ടാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഈ നിക്ഷയ് പോഷൻ യോജന പണ്ട് നമ്മൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പൊ 2025 ലാസ്റ്റ് വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇവർക്ക് 500 രൂപ കൊടുക്കുമായിരുന്നു. ഓക്കെ, എല്ലാ മാസവും. ഓക്കെ, പക്ഷെങ്കിൽ അത് ഇപ്പൊ എത്രയാക്കി? ഇത് മാറ്റിയിട്ട് നമ്മൾ 1000 രൂപയാക്കി. ഓക്കെ, ഇപ്പൊ 1000 രൂപയാക്കി. ഓക്കെ, ഇത് 2081 തുടങ്ങിയത്. ഇനി അടുത്തൊരു പ്രോഗ്രാമാണ് 99 ഡോട്ട്സ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഉള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നിക്ഷയ് പോഷൻ യോജന പറഞ്ഞു, പിന്നെ ഒരു നിക്ഷയ് മിത്ര ഇനീഷ്യേറ്റീവ് ഉണ്ട്. എല്ലാം ഒരു നിക്ഷയ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. നിക്ഷയ് മിത്ര ഇനീഷ്യേറ്റീവ് ആണ്. നിക്ഷയ് എന്ന് പറയുന്നത് പോർട്ടലാണ്. ഓക്കെ, മിത്ര ഇനീഷ്യേറ്റീവ് ഇതെന്താണ്? ചില ഓർഗനൈസേഷനും അതേപോലെ തന്നെ നമ്മുടെ TB പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ചില ആൾക്കാരൊക്കെ ഏറ്റെടുക്കുമല്ലോ. 6 മാസത്തെ ട്രീറ്റ്മെന്റ്, അവരുടെ ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം എന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ നിക്ഷയ് മിത്ര ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയണ്ട, ജസ്റ്റ് പ്രോഗ്രാംസിന്റെ പേര് പഠിച്ചിരുന്നാൽ മതി. അപ്പം TBയിൽ നിന്ന് ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 99% എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ പറയാനുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ഇപ്പം TB പ്രോഗ്രാംസിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പേര് മാത്രം പറഞ്ഞു നിർത്താണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു വർഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു അടിപൊളിയായിരിക്കും. ഇനി നിങ്ങളടുത്ത് ചോദിക്കുന്നത് ഇപ്പോഴത്തെ കറണ്ട് TB റെജിമെന്റിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് വിചാരിച്ചു. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂറിന്റെ അടുത്ത് മറുപടി പറയുമ്പോൾ
ഇറ്റ് ഈസ് റീസെന്റ് അപ്ഡേറ്റ്. ഇതിപ്പം റീസെന്റ് ആയിട്ട് നമ്മുടെ പിന്നെ NTP-EP പ്രോഗ്രാം വഴി നമ്മുടെ TB ഡ്രഗ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മുടെ 6 months പ്രോഗ്രാം ആയിരുന്നു, പക്ഷേ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് 4 months പ്രോഗ്രാം ആണ്. അതിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ റീജിയനും പറഞ്ഞു കൊടുക്കാം 2 months എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്തതെന്നുള്ള പറഞ്ഞു കൊടുക്കാം. ഇനി അഥവാ നമ്മൾ പണ്ടത്തെ HRZD മാറി എന്നൊക്കെ വേണമെന്നുള്ള അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എന്താ അപ്പീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഇംപ്രസീവ് ആയിരിക്കും. ഓക്കെ, അപ്പം ഏകദേശം നിങ്ങൾക്ക് ടീമിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ, മനസ്സിലായല്ലോ ക്ലാസ്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു എവരിവൺ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്.